കഥ ദേവലോകം. രചന അനിൽ മണ്ണത്തൂർ. ശബ്ദം നൽകുന്നത് ഷഹീൻ എസ്. ദേവലോകം. കിരൺ കിരൺ ശിവേട്ടൻ ഉറക്കെ വിളിച്ചു. ശ്രീധരിയ നേത്രാലയത്തിലെ നേഴ്സാണ് ശിവദാസൻ. മൂപ്പരുടെ ഭാര്യ പ്രസന്നയും അവിടുത്തെ നേഴ്സാണ്. തർപ്പണം ചെയ്യാനാണ് വിളിക്കുന്നത്. കണ്ണിന് ചുറ്റും മറ കെട്ടി മരുന്ന് കണ്ണിൽ അരമണിക്കൂറോളം നിറച്ചു വയ്ക്കും. പിന്നീട് 6 മണിക്കൂറോളം കണ്ണ് കെട്ടിയിരുത്തും. നല്ല എരിവുള്ള മരുന്ന്. ആദ്യമൊക്കെ അസഹ്യമായിരുന്നു. ഇപ്പം മരുന്നുകളുമായി ചേർന്നു പോകുന്നു. എത്ര തുള്ളി മരുന്നുകൾ, ധാരകൾ. അവസാനമാണ് തർപ്പണം. ഇന്ന് തീരുമല്ലേ? ശിവേട്ടൻ്റെ കുശലം. ഓ, നാളെ മടങ്ങും. 49 നാളായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. ജന്മനായുള്ള കാഴ്ച പ്രശ്നമാണ്. 3-ാം മാസം മുതൽ ചികിത്സ തുടങ്ങിയതാ. എല്ലാ ചികിത്സക്കാരും കൈയൊഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവാസിയും അമ്മയുടെ ശിഷ്യനുമായ ശിവദാസേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൂത്താട്ടുകുളത്തെ നെല്ലിക്കാട്ട് മനയിലെത്തിയത്. വലിയ പ്രതീക്ഷയായിട്ടൊന്നുമല്ല വന്നത്. നല്ല ഭംഗിയുള്ള 4 കെട്ടിനുള്ളിലാണ് ചികിത്സ. നമ്പൂതിരി ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കുട്ടികളും ശിഷ്യരുമാണ്. കാഴ്ചയുടെ തമ്പുരാൻ എന്നാണ് നമ്പൂതിരി ഡോക്ടർ അറിയപ്പെട്ടത്. ശരിയാക്കുമോ എന്ന കിരണിൻ്റെ മാമാൻ്റെ ചോദ്യത്തിന് ഞാനല്ല, അമ്മയാണ് പറയേണ്ടതെന്ന് നെല്ലിക്കാട്ട് അമ്പലത്തിലേക്ക് ചൂണ്ടിപ്പറഞ്ഞാണ് ചികിത്സ തുടങ്ങിയത്. നെല്ലിക്കാട്ട് അമ്പലം മനയുടെ വകയാണ്. ആദ്യ ദിനങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് മടങ്ങിപ്പോകണമെന്നോർക്കുമ്പോൾ ഒരു നഷ്ടബോധം. 1.5 മാസം കൊണ്ട് സ്വന്തം വീട് പോലെയുള്ള ബന്ധം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തിയവർ മരുന്ന് വെച്ച് 4 കെട്ടിലെ ഇടനാഴികളിൽ ഇരിക്കുമ്പോഴുള്ള നർമ്മസല്ലാപങ്ങൾ, തമാശകൾ, ഓരോരുത്തരുടെയും വേദനകൾ, ഒറ്റപ്പെടലുകളുടെ കഥകൾ എല്ലാം ഒരു കുടുംബമായി മാറി. കുറഞ്ഞ നാളുകൾ കൊണ്ട് പൊട്ടിമുളച്ച പ്രണയങ്ങൾ, ഗോസിപ്പുകൾ, പാരവെപ്പുകൾ, ഒരിക്കലും മറക്കാത്ത നല്ല ദിനങ്ങൾ. അവിടുത്തെ ഓരോ ജീവനക്കാരും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളായിരുന്നു. അവിടെ ലഭിച്ച ഭക്ഷണം, നെല്ലിക്കാട്ട് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പായസം, നോൺ വെജ് കിട്ടാത്തതിലുള്ള പലരുടെയും മുറുമുറുപ്പ്, അതൊക്കെ ഒരനുഭവമായിരുന്നു. വേദനയുടെ 100 കണക്കിന് കഥകൾ. അവിടെ എത്തിയപ്പോഴാണ് തൻ്റെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് കിരൺ ഓർത്തത്. അവിടെ എല്ലാവരുടെയും സഹായിയായി കോഴിക്കോടുകാരൻ അനിലുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറുടെ ഭർത്താവായിരുന്ന മണിയേട്ടൻ്റെ ഡ്രൈവറായാണ് അനിൽ വന്നത്. തിമിര ശസ്ത്രക്രിയയിലെ പാളിച്ചയാണ് മണിയേട്ടനെ അവിടെ എത്തിച്ചത്. അസഹ്യ വേദനയുമായി വന്ന മണിയേട്ടനെ ആശ്വസിപ്പിച്ച് നിർത്തിയത് നമ്പൂതിരി ഡോക്ടറാണ്. ഞങ്ങളുടെയൊക്കെ ഓമനയായ 7 വയസ്സുകാരൻ നൗഫൽ ഉമ്മയുടെ കൂടെ വന്നതാണ്. അവൻ പിറന്ന ഉടനെ ഉമ്മയുടെ കാഴ്ച പോയതിനെ തുടർന്ന് ബാപ്പ ഉപേക്ഷിച്ചു പോയതാണ്. ഉമ്മയുടെ വഴികാട്ടിയായ നൗഫൽ എല്ലാവർക്കും ഒരു നൊമ്പരമായിരുന്നു. ജന്മന കാഴ്ചയില്ലാതിരുന്ന നാജിക്ക് ചികിത്സയ്ക്കിടെ നേരിയ കാഴ്ച കിട്ടിയപ്പോൾ വീട്ടുകാർ അവളുടെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഇനി മരിച്ചാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവൾ അലറിയത് കണ്ട നിമിഷം ആ സന്തോഷം അതൊരു അനുഭവമാണ്. ചെറിയ കുട്ടിയായപ്പോൾ മരുന്ന് മാറി കുത്തിവെച്ചതിനാൽ കാഴ്ച പോയ ഗോപകുമാറിൻ്റെ പാട്ടും തമാശകളും, ജപ്പാനിൽ നിന്നെത്തിയ പെൺകുട്ടി ഏപ്രിൽ ഫൂൾ ദിനത്തിൽ രാവിലെ കാഴ്ച നഷ്ടപ്പെട്ടത്, വിശ്വസിക്കാത്ത കുട്ടികളുടെ കഥ പറയുമ്പോഴുള്ള മത്തായി മാഷിൻ്റെ പൊട്ടിച്ചിരി, കളിക്കിടെ ഈർക്കൽ കൊണ്ട് കാഴ്ച പോയ ആനന്ദ്, എപ്പോഴും കടങ്കഥയും കുസൃതി ചോദ്യവുമായി നടന്ന ജോസഫ്, ഇവരുടെയൊക്കെ വേദന മറക്കുന്ന തമാശകൾ ഇന്ന് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തപ്പോൾ കിരൺ അറിയാതെ തേങ്ങിപ്പോയി. എന്തു പറ്റി എന്ന ശിവേട്ടൻ്റെ ചോദ്യമാണ് കിരണിനെ പരിസരബോധത്തിലേക്ക് എത്തിച്ചത്.